നമസ്കാരം. ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞാൻ ഇന്നലെ തൊട്ട് പറയാണ്, ഈ ചിത്രത്തിന് ഒരു ചെറിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മതി ഓണം വിന്നർ നിവിൻ തൂക്കു എന്നുള്ളത്. യെസ് ഗൈസ്, 100% ഓണം വിന്നർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതേ പേസിൽ സെക്കൻഡ് ഹാഫും കൊണ്ട് അവർക്ക് നിർത്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഓണം കപ്പ് ആരും നോക്കണ്ട, വേറെ ആരും പ്രതീക്ഷിക്കേണ്ട, അത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് സ്വന്തമാക്കുകയാണ്. ഞാൻ വണ്ടടിച്ചു പോകുന്നത് ഗിരീഷ് ഏടി എന്ന സംവിധായകന്റെ കഴിവാണ്. വളരെ സിമ്പിൾ സ്റ്റോറി, അതായത് ഇതിൽ കൂടുതൽ ഇനി സിമ്പിളാക്കാൻ ഒന്നുമില്ല, പക്ഷെ അയാൾ അത് വളരെ എൻഗേജിങ് ആയിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പ്രേമലു പോലെ ഭയങ്കരമായ കുറെ ചിരിക്കാനുള്ള മൂമെന്റ്സ് ഒന്നുമില്ല, പക്ഷെ ചിരിക്കാനുള്ള നല്ല കുറെ മൂമെന്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ത്രൂ ഔട്ട് ചിരിയില്ല, പക്ഷെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാവും, ഇടയ്ക്കൊരു പൊട്ടിച്ചിരി ഉണ്ടാവും, പക്ഷെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് പ്രേക്ഷകരുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ടാണ് ഇന്റർവെൽ ആയപ്പോഴേക്കും എല്ലാവരും കൈയടിച്ചത്. ഇത് കൈയടിക്കാന്ന് പറഞ്ഞാൽ മാസ് രംഗങ്ങളോ 10 പേര് ഇടിച്ചിടുന്ന നായകന്റെ കഥയോ ഒന്നുമല്ല. സിമ്പിൾ ക്യൂട്ട് ഇമോഷൻസ് കൊണ്ട് ഇന്റർവെൽ ബ്ലോക്ക് ആളുകളെ കൈയടിപ്പിക്കുക എന്ന് പറയില്ലേ, ഞാനത് വിറ്റ്നസ് ചെയ്ത കാഴ്ചയായിരുന്നു ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ആൻഡ് നിവിന്റെ ഒരു സോൺ ഉണ്ടല്ലോ, നിവിൻ ചിരിച്ചാൽ, നിവിന് നാണം വന്നാൽ, നിവിനൊന്ന് കൊഞ്ചിക്കുഴഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടുന്നൊരു ഹൈ, ആ ഹൈ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിവിന്റെ ആ പടമാണ് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 2 പടങ്ങളിലും കിട്ടാതെ പോയതും സർവ്വമായിൽ കിട്ടിയതും അത് കാരണം തിയേറ്റർ വലിയ സക്സസ് ആയത് നമ്മൾ കണ്ടതാണ്. അതാണ് തിരികെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗിരീഷ് ഏടി സ്റ്റൈൽ ഫിലിം, അതിനകത്ത് അദ്ദേഹത്തിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. സംഗീത് പ്രതാപിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്, കുറെ റെഫറൻസുകൾ ഉണ്ട്. ഹീറോ പടമൊക്കെ എനിക്ക് തോന്നുന്നു ട്രോളുകളൊക്കെ ഗിരീഷ് ഏടി അങ്ങ് നിർത്തി കണ്ട് അതിന്റെ പല റെഫറൻസ്, ഹീറോയിൽ തന്നെ എനിക്ക് തോന്നുന്നു 2-3 റെഫറൻസ് പടത്തിൽ തന്നെ ഈ ഒറ്റ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുരേഷ് കൃഷ്ണൻ ഞാൻ വിചാരിച്ചു പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നു, പക്ഷെ സുരേഷ് കൃഷ്ണയുടെ കോമഡി വാസ് നൈസ്, അത്രേ ഉള്ളത്. ഭയങ്കര പൊട്ടിച്ചിരിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞെട്ടിച്ച സംഗീതമാണ്. ഞാൻ റോഷന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു, റോഷന്റെ തമാശ അല്ല, റോഷൻ കാണിക്കുന്നതിലാണ് ചിരി വന്നത്. പക്ഷെ മമിത നിവിൻ ക്യൂട്ട് കോമ്പിനേഷൻ പിറക്കുന്നു. മീനാക്ഷി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൽ എല്ലാവരും നല്ല രസമുണ്ട്. അതായത് ഒരു ഡയറക്ടറിന്റെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡയറക്ടേഴ്സിന്റെ റോൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അവരെത്രമാത്രം ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്ന രീതിയിൽ ഗിരീഷ് ഏടിയുടെ തന്മയത്വത്തോടുള്ള പെരുമാറ്റം നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കിരൺ ജോസിയും ഗിരീഷ് ഏടിയും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. നൈസ് സ്ക്രിപ്റ്റ്. ഞാൻ പറയുന്നത് വളരെ രസമാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും പാടെന്താണെന്നറിയോ, സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറിയിൽ എൻഗേജിങ് ആയിട്ടൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കാൻ നല്ല പാടാ. കോംപ്ലക്സ് ആയിട്ടൊരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റീഡിഫൈൻ ചെയ്ത് അത് പറഞ്ഞ് ഫലിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ലെങ്ത് നീട്ടി കൊണ്ടുപോകാം. ഇത് സിമ്പിൾ, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. ഇത് ഏത് കൊച്ചുകുഞ്ഞിന് മനസ്സിലാവുന്ന ഒരു കഥ. സാധാരണ ഗിരീഷ് ഏടി പടങ്ങൾ പോലെ തന്നെയുള്ള ഒരു ഇമോഷൻസ് വെച്ചുള്ള കളിയാണ്. ആ ഇമോഷൻസ് വെച്ചുള്ള കളി ഇന്റർവെലൊക്കെ ക്യൂട്ടേഷ് പരിപാടിയാണ്. ഇന്റർവെല് ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ പറയുന്നത് മറ്റേ ഈ സാധാരണ നമ്മള് ക്യൂട്ടി കളിക്കുകയാണ് എന്നുള്ള ക്യൂട്ടല്ല, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ് കാണാൻ. നമ്മളതിന് ബ്ലഷ് ചെയ്തു പോകും, നാണമൊക്കെ വന്നു പോകുന്നു പ്രേക്ഷക രീതിയിൽ. എല്ലാവർക്കും അടിച്ച് അങ്ങനെ അടിക്കുന്ന രീതിയിലുള്ളൊരു വളരെ രസമുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. വളരെ രസമുള്ളൊരു ഫസ്റ്റ് ഹാഫ്. എക്സ്പെക്റ്റഡ് സാധനം ഉണ്ടല്ലോ ഫ്രം ഗിരീഷ് ഏടി. ദിസ് മാൻ നെവർ ഡിസപ്പോയിന്റ്സ്, എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു വീണ്ടും ഒരു ഫിലിം. അത് ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാഫ് കൂടെ രസമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓണം വിന്നർ നിവിൻ പോളി ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞ ആ കപ്പെടുത്ത് അങ്ങ് നിവിന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഓപ്പണൻസിനൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം. ഫസ്റ്റ് ഹാഫ്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.